എന്നാൽ ആ ഗ്രാമത്തിൽ എല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമുണ്ടായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം നടക്കുന്ന അവരുടെ ദേവതയുടെ ഉത്സവം. ഗ്രാമം മുഴുവൻ ആഘോഷമായി മാറുന്ന ദിവസം. ആ ദിവസം സാധാരണക്കാരായ ആളുകൾക്ക് തങ്ങളുടെ ദൈവത്തെ അടുത്തു കാണാൻ ഒരു അവസരം ലഭിക്കുന്നു. ആ ഉത്സവത്തിൻ്റെ പ്രധാന ആചാരങ്ങൾ പൂജകൾ, ബലികൾ, പ്രാർത്ഥനകളുമായിരുന്നു. എല്ലാം ചെയ്യുന്നത് പ്രമാണികളിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരാളായിരുന്നു. ആ ദിവസം അവൻ ദേവതയുടെ പ്രതിനിധി എന്നാണ് അറിയപ്പെട്ടത്. എന്നാൽ ആ വിശ്വാസത്തെ ശക്തമായി എതിർക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചത് ഇത് ദൈവമല്ല, ഈ കാട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത് മറ്റെന്തോ ആണ്. കാരണം വർഷത്തിലൊരിക്കൽ മാത്രം പ്രവേശനമുള്ള ഇവിടെ മറ്റെന്തോ ആണ് നടക്കുന്നത് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചു. ആ വാക്കുകൾ ആ ഗ്രാമത്തിലെ ആരും കേൾക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം ആർക്കും അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാൻ ധൈര്യമുണ്ടായിരുന്നില്ല. പക്ഷേ ആ വർഷം നടക്കാൻ പോകുന്ന ഉത്സവം എല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു.